ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈവനിങ് റൊട്ടീനാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് വന്നപ്പോൾ അമ്പാടി ഇതാ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കണേണ്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോമിൽ ലൈഫ് മാളു സംബൂസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ഓക്കെ, അപ്പോൾ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പാടിക്ക് കാലിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും സ്ഥിരമായിട്ട് ഇപ്പം 2-3 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ അവർ തിരികെ പോവുകയാണ്. ഗെയ്സ് അവരെല്ലാം ഒക്കെ എടുത്ത് വെച്ച് തിരിച്ച് പോകാനായിട്ടൊക്കെ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ ഞാൻ ഉറക്കെണീറ്റ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഒന്ന് കട്ടയിട്ട് കുടിക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അമ്മ കട്ടനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെഞ്ചായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അതൊന്ന് ചൂടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ ഇട്ട് കുടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ ഇടണ്ടല്ലോ, അങ്ങനെ അത് പിന്നെ ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കഴിക്കാനായിട്ട് ഇന്നുണ്ടായിരുന്നത് ഒരു കേക്കായിരുന്നു കേട്ടോ. കേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാനും അമ്പാടിയും കൂടെ അത് കട്ട് ചെയ്തിട്ട് ചായയിലൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ പോകാൻ നിൽക്കണോണ്ടൊരു നമുക്കൊരു രസം തോന്നില്ല. മറ്റേത് അമ്മയും അച്ഛനൊക്കെ നമ്മൾ ഒത്തൊക്കെ ഇരുന്നാണ് ചായ കുടിക്കുകയെല്ലാം ചെയ്യണത്. അപ്പോൾ ഇന്നിപ്പം ഒരുമാതിരി ഒരു ദിവസമായിരുന്നു. അമ്പാടിക്ക് ഒരു മൂഡില്ലായിരുന്നു. അവനും ആകെ വിഷമിച്ചൊക്കെയാണ്. മറ്റേത് അവന് എപ്പോഴും ഹാളിലിരിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും ഹാളിലുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരി സംസാരങ്ങളും ബഹളവും അങ്ങനെയൊക്കെയാണ്. എനിക്കിപ്പോൾ അടുക്കളയിലായാലും അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ഇതായിരുന്നു ഹെൽപ്പിങ്ങും കാര്യങ്ങളും. അല്ലെങ്കിൽ നമുക്കൊരു ആളനൊക്കെ ഉള്ളതുപോലെ തോന്നും. ഇപ്പോൾ അവർ പോകുമ്പോൾ പിന്നെ ഒരു വിഷമമാണ് ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഇതിലാണ്. അങ്ങനെ വെറും ചായ ചൂടായിട്ടുണ്ട്. അതിനുശേഷം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്പാടി എൻ്റെ കൂടെ തന്നെ നടക്കുകയാണ് കേട്ടോ. അമ്പാടി എൻ്റെ കാലിൽ തട്ടി നടക്കുന്ന പോലെ നടക്കുകയാണ്. അമ്പാടിക്ക് വെറും ചായ അമ്പാടിക്ക് ഒഴിക്കണം, അമ്പാടി ഗ്ലാസ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. പഞ്ചസാര അവനിടണം, അവനെ ഇളക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ആയിക്കോട്ടെ എന്ന്. അമ്മയും അച്ഛനും പോകാൻ നിൽക്കണതുകൊണ്ട് അത്ര ഇതായിട്ടല്ല നിൽക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പിണക്കണ്ട എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെറും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു 2 ഗ്ലാസ്സിലായിട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അവർ അച്ഛനും അമ്മയും നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ളതും അമ്പാടിയുടേതും കൂടെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി കേക്കൊക്കെ ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റത്തോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ വിളക്കൊക്കെ തേച്ച് വയ്ക്കുകയാണ്. പോണതിന് മുമ്പ് അമ്മ വിളക്കൊക്കെ തേച്ച് ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാനും അമ്പാടിയും കൂടെ വെറും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാനായിട്ട് ഒരു കേക്ക് ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ കേക്കായിരുന്നു. അങ്ങനെ അമ്മ വിളക്കൊക്കെ ഒരുക്കിയിട്ട് അമ്മയെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കേക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാലൻസ് കുറച്ച് കേക്കുള്ളതാണ് അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ നേരത്തെ വെറും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ വെറും ചായയോടെയൊക്കെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ വിളക്ക് അങ്ങനെയുള്ള പൂവൊക്കെ പറിച്ചുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ വിളക്കൊക്കെ അങ്ങകത്തെടുത്തുകൊണ്ട് വന്ന് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ്റെ ചേട്ടനാണ് വിളിച്ചുകൊണ്ട് പോവുകയും കൊണ്ടാക്കിയൊക്കെ ചെയ്യണം. അച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് ഓട്ടോയിലാണ് വരെയും പോവുകയൊക്കെ ചെയ്യണം. അങ്ങനെ വെറും ചായയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ മാമിയുടെ അമ്മയും കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടെ വെറും ചായയും പിന്നെ അവിടെ ഇരുന്ന പലഹാരങ്ങളൊക്കെ എടുത്ത് അവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് ചേട്ടനുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ചേട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ. അങ്ങനെ അപ്പോഴിവർ പോവാനായിട്ടൊക്കെ റെഡിയായി ഗൈസ്. അപ്പം അങ്ങനെ അച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പിടിച്ചിറക്കുകയാണ്. അച്ഛന് കാല് ഇടയ്ക്ക് സ്ട്രോക്കൊക്കെ വന്നതാണ്. അപ്പോൾ BP പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ കാലിൽ ചെറിയൊരിതുണ്ട്. അങ്ങനെ ഇങ്ങനെ പിടിച്ചിറക്കുകയാണ്. അങ്ങനെ ഇവർ പോകാനായിട്ടൊക്കെ ഇറങ്ങി. അമ്മ ഇവിടെ ഇരുന്ന ബക്കറ്റും കൂടെ എടുത്ത് ഞങ്ങൾ ആ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ അമ്മ പോയപ്പോൾ അതും കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകണം. ഓട്ടോയിലല്ലേ പോകണം. അങ്ങനെ അപ്പോൾ പോണ വഴിക്ക് ഞാൻ പറഞ്ഞു പോയിട്ട് ഗുളികയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങ് തിരിച്ച് വരണം എന്നൊക്കെയാണ് ഞാൻ പറയണത്. പക്ഷേ അച്ഛനെ നമ്മളിവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിനെ വരവുള്ളെന്നാണ് പറയുന്നത്. അങ്ങനെ അവർ പോയി കേസ്. അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. അല്ലെങ്കിൽ അമ്മയും ഞാനായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമമാണ്. എനിക്കും അമ്പാടിക്കും അങ്ങനെയാണ്. കുറച്ച് ദിവസം വേണം ഇനി അത് മാറാൻ വേണ്ടിയിട്ട്. അമ്മയച്ഛനൊക്കെ പോയപ്പോൾ അമ്പാടി വിഷമിച്ചിരിക്കണേ. അമ്പാടി കരച്ചിലായിരുന്നു ഗെയ്സ്. എനിക്കും വിഷമമായി. കാരണം ഇത്രയും ദിവസം അവരിവിടെ ഉണ്ടായിട്ട് ഇപ്പം അങ്ങ് പോയപ്പോഴത്തേക്ക് ഒരു വിഷമം. ഇനിയിപ്പോൾ ഞാനും അമ്പാടി മാത്രമേ ഉള്ളൂ. വൈകിട്ടാണ് അമ്മ വരണത്. എൻ്റെ അമ്മ ഇവിടെ കിടക്കാനായിട്ട് വരും. അത് വൈകിട്ടേ വരത്തുള്ളൂ. അപ്പം
ഇത്രയും ദിവസം പകലൊക്കെ മുഴുവൻ അവിടെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളതുകൊണ്ട് ആയിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കൊരു വിഷമം കേസ്. അതെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ചാൾ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. അമ്പാടിക്ക് കാലൊക്കെ വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഡിസംബർ തൊട്ട് അമ്മ ഇവിടെ ഉണ്ട്, അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അപ്പോഴിപ്പോൾ പോയപ്പം ഒരു വിഷമം. ഇനിയിപ്പോൾ അവർ നമ്മളെ കോവിലത്തെ ഉത്സവം ഏപ്രിലാണ്, ആ ടൈമിലേ വരോളാന്നൊക്കെ പറഞ്ഞാണ് പോയേക്കണം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരാഴ്ചയെ കഴിഞ്ഞിട്ട് വരണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അല്ല, വിതുരയിലാണ്. അപ്പോൾ പോയി വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അച്ഛന് കാലൊക്കെ വയ്യാത്തതുകൊണ്ട് ഓട്ടോയിലേ വരാനും പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോകാൻ വരെയൊക്കെ ചെയ്യണത്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പം ഞാനും അമ്പാടിയും മാത്രമേ വീഡിയോയിലൊക്കെ കാണുള്ളൂ ഗൈസ്. ഓക്കേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തൂത്തിറക്കി മുറ്റമൊക്കെ തൂക്കാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് ചില്ലറ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തൊരു ചായ കുടിച്ചിൻ്റെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി സിറ്റ് ഔട്ടൊക്കെ തൂത്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനൊക്കെ ഉള്ള പരിപാടിയിലാണ്. മറ്റേത് അമ്മയും കൂടെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടെയൊക്കെയാണ് മാറി തിരിഞ്ഞൊക്കെ എല്ലാം ചെയ്യണത്. അങ്ങനെ ഇപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വെളിയിൽ തൂക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അപ്പൂപ്പൻ താടി ഉണ്ട് കേട്ടോ. Disappear. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അപ്പൂപ്പൻ താടി കണ്ടപ്പോൾ ഒരു നൊസ്റ്റു ഫീൽ വന്നു കേസ്. അങ്ങനെ ഞാനും അമ്പാടിയും കൂടെ അപ്പൂപ്പൻ താടിയൊക്കെ ഊതി പറപ്പിച്ച് കളിച്ചതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് തൂത്തുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റമൊക്കെ തൂത്തുവാരി ഗേറ്റിൻ്റെ വെളിയിലാണ് ഞാൻ ചവറ് കൊണ്ട് കളിച്ച് അവിടെയാണ് തീയിടണത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. സിറ്റ് ഔട്ട് തുടച്ചിട്ടാണ് സാധാരണ വിളക്ക് കത്തിക്കാറ്. അങ്ങനെ സിറ്റ് ഔട്ട് തുടയ്ക്കുകയാണ്. അങ്ങനെ സിറ്റ് ഔട്ട് തുടച്ചിട്ട് വേണം, ഇനി കുളിച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ ഉള്ള പരിപാടിയിലാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് അമ്മ ഉള്ളതുകൊണ്ട് വിളക്ക് എത്തിക്കുന്ന പരിപാടിയൊന്നും എൻ്റേതല്ലായിരുന്നു. അമ്മ കറക്റ്റ് സമയത്ത് അമ്മ അതൊക്കെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാം അമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരിത് തോന്നും, ഇപ്പോൾ അമ്മ ഉള്ളപ്പോൾ അമ്മയായിരുന്നു ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അമ്മ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 തക്കാളി തൈ അവിടെ അമ്മ പൊന്നുപോലെ നട്ട് വെച്ച് അമ്മ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അങ്ങനെ അധികം ചെടികളും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ ഒന്നും നടാൻ പറ്റത്തില്ല. ഇവിടെ ഭയങ്കര അതിശക്തമായിട്ടുള്ള വെയിലാണ്. അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കരിഞ്ഞു പോണതുകൊണ്ട് ഇപ്പം അങ്ങനെ നടക്കൊഴിച്ചില്ല കേസ്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാവിൻ തൈ ഇങ്ങനെ നട്ടു കൊടുത്തു. ഇത് സത്യത്തിൽ വേറെ ഏതോ ഒരു മാവെന്നും പറഞ്ഞാണ് നട്ടത്. ഇത് താളിമാങ്ങയാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്കിനെടുക്കാമെന്ന് വിചാരിച്ചു, വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലാണ് കേസ്. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ സാധാരണ ഞാൻ ലൈറ്റൊക്കെ അണച്ചിട്ടാണ് കത്തിക്കാറുണ്ട്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്, ലൈറ്റ് അണച്ചിട്ടാണ് വിളക്ക് കത്തിക്കണത് ഇവിടെ. അതിനൊക്കെ ശേഷമാണ്, പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷമാണ് പിന്നെ ലൈറ്റൊക്കെ എല്ലായിടത്തും ഇടണത്. അങ്ങനെ അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ അമ്പാടിയെ കുറച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് കുറച്ച് കാര്യങ്ങളൊക്കെ EVS ഒക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ വരാനായിട്ടും വെയിറ്റിങ്ങിലായിരുന്നു. അമ്മ വൈകിട്ടാണ് വരണത്, സന്ധ്യയാവും അമ്മ വരുമ്പോൾ. അങ്ങനെ അമ്മയെ പപ്പൂസ് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തപ്പോൾ അമ്പാടി പപ്പൂസ് പറയുകയും ചെയ്ത് മതി നിർത്താനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വൈകുന്നേരം രാത്രി ഏകദേശം 7-7:30 മണിയൊക്കെ ആയപ്പോഴാണ് അമ്മ വന്നത്. അമ്മ താമസിച്ചാണ് വന്നത്. അമ്മയ്ക്ക് ഹോസ്പിറ്റൽ വരെ വന്നപ്പോഴും പറഞ്ഞില്ലേ വല്യമ്മേരെ മോളമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ അമ്മേനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം അമ്പാടിയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ പവിത്രം സീരിയൽ നടക്കുകയാണ് കേസ്. അപ്പോൾ പവിത്രം ഞാൻ ഇങ്ങോട്ട് കുറച്ച് കാണാറുണ്ട്, ബാക്കിയുള്ള സീരിയലൊന്നും അങ്ങനെ കാണാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചേട്ടൻ അമ്മയും അച്ഛനെ വിളിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇന്ന് ബെറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ചോറും ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്തൊക്കെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അമ്മയോട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ അമ്മ സീരിയലൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സീരിയലാണെങ്കിൽ അമ്മ അതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ അമ്മ അപ്പുറത്തെ ഹാളിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുറേ വെട്ടും കുത്തൊക്കെ കണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ രാത്രിയിലത്തെ കഴിക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് അവിടെ എല്ലാം വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടി കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ അവന് ടാബ്ലറ്റ് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തും അവനെ സെറ്റാക്കി അവന് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ ഉറങ്ങിപ്പോയാൽ പിന്നെ അത് കഴിക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുത്ത് സെറ്റാക്കി അതിനുശേഷം ഞാൻ പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുകയാണ്. അടുക്കളയിൽ പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങളും പിന്നെ കുറച്ച് അധികം മെസ്സായിട്ടൊക്കെ കിടക്കായിരുന്നു. അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ രാത്രി കിടക്കാറുള്ളൂ കേസ്. അല്ലെങ്കിൽ എനിക്ക് പിറ്റേന്ന് എണീച്ച് വരുമ്പോഴത്തേക്ക് എനിക്കൊരു എന്തോ പോലെ തോന്നും. അപ്പോൾ രാത്രി തന്നെ അന്നോടെന്നുള്ളത് തന്നെ ഞാൻ രാത്രിയാകുമ്പോൾ എല്ലാം അങ്ങ് സെറ്റാക്കിയിട്ടാണ് കിടക്കാറ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിവണ തിരക്കിലാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ പിറമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ കഴിച്ച പിന്നെ അത് അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ പിറമൊക്കെ തുടച്ച് ബാക്കിയെല്ലാം സെറ്റാക്കി അടുക്കള പിന്നെ സ്ലാബിൻ്റെ പിറമൊക്കെ എല്ലായിടവും തുടച്ച് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ അടുക്കളയിൽ ഇപ്പോൾ ചെരുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല അകത്തെ. അപ്പോഴത്തേക്ക് എനിക്ക് നനവ് കാല് തട്ടുമ്പോൾ എനിക്കൊരു എന്തോ പോലെ തോന്നും. അങ്ങനെ ഞാൻ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത് അതുകൊണ്ടാണ് ഗസ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ഗ്യാസിൻ്റെ പിറമൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോയി കിടക്കാനുള്ള ഒരു തിരക്കിലാണ് ഗേസ്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ എത്രയൊക്കെ എനിക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വൈകുന്നേരം ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറ്. എത്ര താമസിച്ചാലും ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പിറ്റേന്ന് എണീക്കുമ്പോൾ എനിക്കൊരു അരോചകം തോന്നും ഗേസ്. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അരോചകം അത് തോന്നും എനിക്ക് പിറ്റേന്ന് എണീക്കുമ്പം. ഇതെല്ലാം ക്ലീൻ ചെയ്ത് പക്കാ ക്ലീനായി 100% ഞാൻ ക്ലീൻ ആക്കിയിട്ടേ കിടക്കാറുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കുന്ന പാത്രമൊക്കെ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ താഴത്തെ അടുക്കളയിലാണ് വയ്ക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ അവിടെ സേഫായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടുത്തെ കതവൊക്കെ പിടിച്ച് അടച്ചിട്ട് പിന്നെ ഇവിടുത്തെ കതവൊക്കെ അടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തൂക്കണമല്ലോ, ഇവർ കുറച്ച് തൂക്കുന്ന ഏർപ്പാടും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലായിടമൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ചാൽ രാവിലെയൊക്കെ എല്ലായിടവും തൂത്തിട്ടതുകൊണ്ട് നമ്മൾ ആ ഹാളിലും നമ്മൾ കഴിച്ച സ്ഥലത്തൊക്കെ മാത്രമേ പിന്നെ അത് വരുള്ളൂ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോങ് വീഡിയോസ് അതിപ്പോൾ ഞാൻ ഇടാത്തത് ഇതുകൊണ്ടാണ്. ഒരുപാട് എനിക്ക് കാര്യങ്ങൾ പറയാനായിട്ടും അറിഞ്ഞുകൂടാ. വെച്ചാൽ ലോങ് വീഡിയോ അങ്ങനെ ആൾക്കാർക്ക് കാണാനും ഒരു മടിയാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഷോർട്സാണ് ഇടാറ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ലോങ് വീഡിയോ ഇടാറുള്ളൂ ഗൈസ്. അങ്ങനെ തൂക്കലും വരലും ഒക്കെ വരലും തൂക്കലും ക്ലീനിങ്ങും ഒക്കെ രാത്രി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വന്ന് നോക്കുമ്പോൾ അടുക്കള വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ നമുക്കൊരു യോയോ തോന്നും ഗൈസ്. അങ്ങനെ അപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കതവൊക്കെ അടച്ചു. ഇനി ആരും വന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് അത്താഴം കൊടുക്കൂല ഗൈസ്. അത്രയ്ക്ക് ഞാൻ അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി യാതൊരു പരിപാടി അടുക്കളയ്ക്കകത്തില്ല. അതിനുശേഷം ഞാൻ വന്ന് ഫ്രണ്ട് കതവൊക്കെ ഒന്ന് അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് പിന്നെ കുറച്ച് സീരിയലുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാണ് അമ്മ കിടക്കാറ്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. റൂമിൽ വന്നപ്പോൾ അമ്പാടിയും കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കടന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഓക്കെ സി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ ഓക്കെ സി യു ഗൈസ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈവനിങ് റൊട്ടീൻ എന്ന് പറയുന്നത്.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേസ്. ടാറ്റ ബൈ ബൈ. ഓക്കെ സീ യു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗേസ്. ഗുഡ് നൈറ്റ്.